Good afternoon. Good afternoon, ma'am. Ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രയർ ആരാണ്? ഞാനാണ് മാഡം വനജ. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി കുടികൊള്ളം സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നല്ലതായിരുന്നു കേട്ടോ പ്രയർ. Thought of the day: imagination is more important than knowledge. Albert Einstein. Knowledge means the things we already know and learn from books or teachers. Imagination means creating new ideas in our mind, dreaming and thinking of things that don't exist yet. Knowledge is limited, but imagination is unlimited. For example, long ago we used horses and carts for traveling. At that time, now we using cars and bus, etc. And then it was invented. So Einstein wanted children to use their imagination because it leads to new knowledge. Thank you, ma'am. Good afternoon, ma'am. Signing. Hello. Baba black sheep, have you any gold? Yes, sir. Yes, sir. 3 bags full. 1 for my master, 1 for my dame, 1 for the little boy who lives down the lane. Baba black sheep, have you any gold? Yes, sir. Yes, sir. 3 bags full. 1 for my master, 1 for my dame, 1 for the little boy who lives down the lane. Thank you, miss. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും സ്റ്റോറി എന്തെങ്കിലും പറയാനുണ്ടോ? ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എവിടെ വരെ എടുത്തു? കേരള ഡയറ്ററി റിക്വയർമെന്റ്സിലെ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു നിർത്തി. അതില് പ്രോട്ടീന്റെ അളവ് 30 gram per day മിസ് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിരുന്നേ. നോക്കിയിട്ട് പറയാട്ടെ, ഞാനത് മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ലല്ലോ, ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നല്ലോ. ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും നോക്കിയിട്ട് പറയാട്ടോ അത്. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങൾ സെക്കൻഡ് പാരാഗ്രാഫും തേർഡ് പാരാഗ്രാഫും ഒന്ന് റീഡ് ചെയ്യട്ടോ. സെക്കൻഡ് പാര ആൻഡ് തേർഡ് പാര.
പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് പേജ് നമ്പർ ഷെയർ ചെയ്യാമോ? 29. 29. വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. എന്താണ് ഷമീമ പിഷ പറയുന്ന സെക്കൻഡ് പാരാഗ്രാഫില്? ഷമീമ സെക്കൻഡ് പാരാഗ്രാഫിൽ എന്താ പറയുന്നേ? The preschooler diet should contain sufficient cereals, pulses and variety of vegetables. അത് ഈ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫുഡില് അടങ്ങിക്കേണ്ടത് സിറിയൽസ്, പസിൽസ്, പിന്നെ വെജിറ്റബിൾസ്. The vegetables can be either green leafy vegetables like spinach, beans, etc. or yellow and orange vegetables such as carrot, pumpkin, etc. ഈ വെജിറ്റബിൾസ് പറയുമ്പോൾ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഇതുപോലെ സ്പിനാച്ച്, ബീൻസ് അങ്ങനത്തെ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ യെല്ലോ, ഓറഞ്ച് വെജിറ്റബിൾസ് അതായത് ക്യാരറ്റ്, പംകിൻ, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് മുസംബി, ഓറഞ്ച്, ഗൂസ്ബെറി ആൻഡ് യെല്ലോ ഫ്രൂട്ട്സ് സച്ച് ആസ് പപ്പായ, ഗുവാവ ആൻഡ് മാംഗോ ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഇങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം കുട്ടികളുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കണം. Milk should be also given in good amount, although overemphasis should be avoided. പാലും നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ആയിരിക്കണം. If a child should not take milk, alternate milk preparations like curd, paneer, custard, ghee, pudding can be used. Egg, meat and fish should be included in case of non-vegetarians. ഈ പാല് കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ പാല് പോലെയുള്ള ഭക്ഷണ തൈര്, പനീർ, കസ്റ്റാർഡ്, ഗീർ അങ്ങനത്തെ അതും കൊടുക്കാം. പിന്നെ പുഡിംഗ് ആക്കിയിട്ടൊക്കെ കൊടുക്കാം. പിന്നെ ഇൻക്ലൂഡ് ആവേണ്ടത് മുട്ട, മീറ്റ്, മീന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ അതായത് നോൺ വെജിറ്റേറിയനില് പെടും. ഇതെല്ലാം കുട്ടികളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കാം. അപ്പൊ പ്രീ സ്കോളേഴ്സ് ഡയറ്റ് എന്ന് പറയുന്നത് നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവരുടെ ഭക്ഷണ രീതിയിൽ ആണ് ഇതിനകത്ത് പറയുന്നത്. സെക്കൻഡ് പാരാഗ്രാഫിൽ അവരുടെ ഭക്ഷണ രീതിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിനകത്ത് തന്നെ ധാരാളം അതായത് ആവശ്യത്തിന് സിറിയൽസ് ആൻഡ് പൾസസ് അതായത് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസിൽ തന്നെ ഗ്രീൻ ലീഫി ആയിട്ടുള്ള അല്ലെ പച്ചില വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള അതിപ്പോ സ്പിനാച്ച് ആകട്ടെ, ബീൻസ് ആകട്ടെ അങ്ങനെയുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെ. ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിന്റെ പ്രത്യേകത എന്താ? ഗ്രീൻ ലീഫി എന്താണ് പ്രത്യേകത? പ്രോട്ടീനും വൈറ്റമിൻസ് ഒക്കെ കൂടുതലുണ്ടാവും. വൈറ്റമിനും പ്രോട്ടീനും കൂടുതൽ. പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻ കൂടുതലായിട്ട് ഉണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഈ ഗ്രീൻ ലീഫി ആയിട്ടുള്ള ഈ പച്ചില വർഗ്ഗങ്ങൾ കൂടുതലായിട്ട്
കഴിക്കണം എന്ന് പറയുന്നത്. ഇലവർഗ്ഗങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കണം എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെ പറയാതെ കണ്ടിട്ടുണ്ടോ? ഉള്ളിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളാനുള്ള കഴിവുണ്ടല്ലോ ഇലക്കറികൾക്ക്. അതെ അതെ. അപ്പൊ നമുക്ക് ഒരുവിധം നമ്മുടെ മറ്റു പല നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും നമ്മൾ നല്ലൊരു രീതിയിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഈ ഇലവർഗ്ഗങ്ങൾക്ക് കഴിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് അടങ്ങിയിട്ടുള്ള സ്പിനാച്ച്, ബീൻസ് പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ് എന്ന് പറയുന്നുണ്ട് അല്ലെ? അത് ക്യാരറ്റ് ഉണ്ട് അല്ലെ? ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ്. പിന്നെ പംകിൻ ഉണ്ട് അല്ലെ? മത്തങ്ങ ഉണ്ട്, അത് യെല്ലോയിഷ് കളറാണ്. അപ്പൊ അത്തരത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസിനെ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിരുചിയുള്ള അല്ലെ? പുളിരുചിയുള്ള പഴവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് മുസംബി ഉണ്ട്, അതുപോലെ ഓറഞ്ച് ഉണ്ട്, ഗൂസ്ബെറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പപ്പായ ആൻഡ് ഗുവ, പിന്നെ അതുപോലെ തന്നെ മാംഗോ. അതും എന്ത് ചെയ്യാം, കുട്ടികളുടെ ഡയറ്റിൽ നമുക്ക് ഭക്ഷണ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലെ? മിൽക്ക് എന്ന് പറഞ്ഞാൽ പാല് കുട്ടികൾക്ക് ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ കൊടുത്തിരിക്കണം. ഇനി ചില കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് കുടിക്കില്ല അല്ലെ? പാല് കുടിക്കാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കോ? കുടിക്കില്ല അല്ലെ? അപ്പൊ ചില കുഞ്ഞുങ്ങള് പാല് കുടിക്കാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങള് പാല് കുടിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പാലിന് പകരം, അതായത് പാലിന്റെ ഡയറി പ്രൊഡക്റ്റ് തന്നെ ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം. കേർഡ് ഉപയോഗിക്കാം. കേർഡ് കഴിക്കുന്നവരാണെങ്കിൽ, തൈര് കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവും ചിലവര്, അവർക്ക് അത് കൊടുക്കാം. പിന്നെ പനീറായിട്ട് കൊടുക്കാം, കസ്റ്റാർഡ്, ഗീർ, പുഡിംഗ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ എഗ്, മീറ്റ്, ഫിഷ്, ഇതൊക്കെ നോൺ വെജിറ്റേറിയൻസിന് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് അളവിൽ കൂടുതലല്ല പറയുന്നത്. എഗ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും എന്താണ്, സഫീഷ്യന്റ് ആയിട്ടുള്ള, അതായത് ആവശ്യത്തിന് മാത്രം അളവിലെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക. ഒരു ദിവസം ഒരു എഗ് ബോയിൽ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്ക്. അതുപോലെ തന്നെ മീറ്റ് ആണെങ്കിൽ എപ്പോഴും കൊടുക്കണം എന്നല്ല, ആവശ്യത്തിന് മാത്രം അത് ഉൾപ്പെടുത്തി മീറ്റ് കൊടുക്കാവുന്നതാണ്. ഫിഷ് നമുക്ക് ഡെയിലി, നമ്മുടെ എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്ന ഒരു ഇതിൽ പെട്ടതാണ് ഫിഷ് ഐറ്റം എന്ന് പറയുന്നത്. അതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഒരു ദിവസത്തെ നമ്മുടെ മീലില് ഒരു ചോറിന്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ ഫിഷ് കറി ഉണ്ടാക്കി കൊടുക്കാം. അതിന്റെ കൂടെ സ്പിനാച്ച്, അതുപോലെ തന്നെ ബീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ചെറുപയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ധാന്യങ്ങൾ അല്ലെ, അത് കൂടുതൽ ഉൾപ്പെടുത്താം. അത്തരത്തില് ഒരു എന്താ പറയാ, നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, നല്ലൊരു സമീകൃത ആഹാരം കുട്ടികൾക്ക് കൊടുക്കാവുന്ന രീതിയിൽ വേണം നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഡെയിലി അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ ഹെൽത്തിന് അത് അത്രയും നല്ലതാണ്. നിങ്ങൾ കൊടുക്കാറുണ്ടോ ഇങ്ങനെ? ഈ പറയുന്ന രീതിയിൽ കൊടുക്കാറുണ്ടോ? ഈ സെക്കൻഡ് പാരാഗ്രാഫിൽ പറയുന്ന പോലെ കൊടുക്കാറുണ്ട്, പക്ഷെ കഴിക്കാറില്ല. കൊടുക്കാറുണ്ട്, കഴിക്കാറില്ല. ഓക്കെ, കൊടുക്കുന്നത് അത് ചെറുപ്പത്തിലെ തന്നെ നമ്മളിത് ശീലിപ്പിക്കണം കേട്ടോ. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ട് നമ്മളിത് കൊടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല. ചില കുഞ്ഞുങ്ങൾ തന്നെ ഒട്ടും തന്നെ കഴിക്കില്ല. അവർക്ക് ചെറുപ്പത്തിൽ എന്താണോ അവരെ നമ്മൾ ശീലിപ്പിക്കുന്നത്, അതാണ് അവർ വലുതാവുമ്പോഴും കഴിക്കുക. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ചിലവർക്ക് ചിലതിന്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞു പോയാലുണ്ടല്ലോ, അവർക്ക് ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ, ടേസ്റ്റ് അറിഞ്ഞു പോയി കഴിഞ്ഞാല് അവരത് തന്നെ ആവശ്യപ്പെടും. ആ ഒരു കറി തന്നെ വേണം, അല്ലെങ്കിൽ ആ ഒരു സാധനം തന്നെ വേണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ചിലതിന്റെ ഒക്കെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടാവില്ല. ചില കുഞ്ഞുങ്ങൾ ചെറുപയർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാറില്ല, കേട് കഴിക്കാറില്ല, ചെറുപയർ കഴിക്കാറില്ല. ഓക്കെ. സ്പിനാച്ച് വിത്ത് എഗ് ഉണ്ടാക്കും അല്ലെ, എപ്പോൾ കഴിച്ചോളൂ അല്ലെ? ഓക്കെ. അപ്പൊ അത്തരത്തിൽ എന്താണ്, ചില കുഞ്ഞുങ്ങളൊന്നും താല്പര്യപ്പെടാറില്ല കഴിക്കാനായിട്ട്. അല്ല, ചെറുപയർ കഴിക്കാത്തവർക്ക് മറ്റേ മത്തനില്ലേ, മത്തൻ, ചെറുപയറും മത്തനും കൂടെ വേവിച്ചിട്ട് നമ്മൾ മറ്റേ ഉടച്ച് അങ്ങനെ ഒരു കറി ഉണ്ടാക്കും. അന്നേരം അത് അവൻ കഴിക്കും. എരിശ്ശേരി. എരിശ്ശേരിയാണോ ഉദ്ദേശിച്ചത്? എരിശ്ശേരിയാണോ? പയറും? അതെ 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 അതെ. അത് കുറച്ചും കൂടി ടേസ്റ്റി ആണ് അല്ലെ? തേങ്ങയൊക്കെ അരച്ച് വറുത്തൊക്കെ ഇടുമ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റി ആണ്.
അത് ടേസ്റ്റ് ചെയ്യാം. കുഞ്ഞുങ്ങളത് കഴിച്ചോളും. ഓക്കെ, അപ്പൊ അത്തരത്തില് പല ട്രിക്കുകളും അമ്മമാർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അവരുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഭക്ഷണക്രമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി തേർഡ് പാരാഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? തേർഡ് പാരാഗ്രാഫ്. ഞാൻ ചെയ്യട്ടെ. A well-balanced diet distributed into 5 or 6 small frequent meals is recommended. ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് into 5 to 6 small frequent meals, കുറച്ചായിട്ട് 5-6 തവണകളായിട്ട് കൊടുക്കുന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. അതെ. Using a variety of arrangements help in meeting the nutritional needs easily as well as in developing a taste in the preschooler. അതായത് കുട്ടികളിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുക, ഓരോ ആഴ്ചകൾ ഓരോ ദിവസങ്ങളിൽ മാറ്റം ഫുഡുകൾ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു അല്ലെ. ആ രീതിയിൽ ഭക്ഷണ ക്രമങ്ങളെ അറേഞ്ച് ചെയ്യുക. ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് parents by telling some instructions for useful foodstuffs like paratha stuffed with vegetables. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറാത്തയിൽ വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്തിട്ട് കൊടുക്കുക. മിക്സഡ് വെജിറ്റബിൾസ് റൈസ്, വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് റൈസ് ഉണ്ടാക്കി കൊടുക്കുക. ഫ്രൂട്ട് ക്രീം, സ്റ്റ്യൂഡ് ഫ്രൂട്ട്, വേവിച്ചിട്ടുള്ള ഫ്രൂട്ട്സ്, stewed food, sweets containing vegetables, മധുര അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് such as carrot halwa, fruit vegetable mix, ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ടത്, ലെസ്സി, മിൽക്ക് ഷേക്സ് എക്സെട്ര. പ്രോസസ് such as germination, sprouting of whole pulses മുളപ്പിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. ഹെൽപ്സ് ഇൻക്രീസിംഗ് ദ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് ഫുഡ് ഐറ്റംസിന്റെ ന്യൂട്രീറ്റീവ് വാല്യൂ കൂട്ടാൻ വേണ്ടി ഇത് സഹായിക്കും. Under the illness, the food chosen would depend upon the disease. സുഖമില്ലാതിരിക്കുന്ന സമയത്ത്, ഡിസീസ് ഉള്ള സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്യണം. But an effort should be made to provide easily digestible ആയിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൈലി ന്യൂട്രീഷൻ സ്മോൾ കോമൺ മീൽസ് ഡ്യൂറിങ് ഇൽ ഹെൽത്ത്. ഹെൽത്തി അല്ലാത്ത സമയത്ത് നല്ല ന്യൂട്രീഷൻ ഉള്ളതും ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കുക. നെവർ സ്റ്റാർവ് എ ചൈൽഡ് ഡ്യൂറിങ് ഇൽസ്. കുട്ടികളെ പട്ടിണി, അതായത് ഫുഡ് ഇല്ലാത്ത രീതിയിൽ ആക്കാൻ പാടില്ല അസുഖമുള്ള സമയത്ത്. മെഡിക്കൽ ആൻഡ് ഡയറ്ററി അഡ്വൈസ് ഷുഡ് ബി സ്ട്രിക്ട്ലി adhered to. മെഡിക്കൽ അഡ്വൈസ് കൃത്യമായി അനുസരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുന്നതിലല്ല കാര്യം. ചില അമ്മമാരുണ്ട്, നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും, കുറേ അധികം ഭക്ഷണം അങ്ങനെ കുത്തിക്കീറ്റി വായിൽ നിറച്ചു കൊടുക്കുന്നത് കാണാം. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണോ? അല്ല അല്ലേ? അങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പൊ ചില കുഞ്ഞുങ്ങൾ ആണെങ്കിൽ കഴിക്കാനായിട്ട് അധികം കൂട്ടാക്കാത്ത അല്ലെങ്കിൽ അധികം വിശപ്പില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് മടിക്കും. അപ്പൊ അമ്മമാര് നിർബന്ധിച്ച് കുറെ ഭക്ഷണം ഇങ്ങനെ വായിൽ ഇങ്ങനെ കുത്തിക്കയറ്റുന്നത് കാണാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ കൊടുക്കരുത്. ഭക്ഷണം കൊടുക്കുമ്പോൾ 5 or 6 ചെറിയ ഇടവേളകളായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതായത് ഒരു 3 നേരത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക. അത് 5 അല്ലെങ്കിൽ 6 എന്തായാലും സസ്യത. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, 5 or 6, 5 or 6 ആ ഒരു മീൽ ടൈംസിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള മീൽ ടൈം ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താ പറയാ, ഈ 5 അല്ലെങ്കിൽ 6 തവണ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞത്, അതായത് 3 മീൽസിനെ നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്.
അല്ലെ? അതായത് ഒരു പ്രാവശ്യത്തെ മീൽസ് കട്ടാക്കും, രണ്ടാക്കും, ഡിവൈഡ് ചെയ്യും, എന്നിട്ട് കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. ഓക്കെ, സമീകൃത ആഹാരമാണ്, അല്ലെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ 5 or 6 തവണകളാക്കി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അത് എന്താ പറയാ, വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ കിച്ചണിൽ നിങ്ങൾ പല വെറൈറ്റീസ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? വെറൈറ്റീസ് പ്രിപ്പയർ ചെയ്യാറുണ്ടോ ഫുഡ് ഐറ്റംസിൽ? ചെയ്യാറുണ്ട്. എന്താണ് ഒന്നും ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്, പക്ഷെ കുട്ടി കഴിക്കാറില്ല. കുട്ടികൾ കഴിക്കില്ല. എന്തൊക്കെയാ ചെയ്യാറുള്ളത്? സ്കൂളിലെ വെള്ളരി ഇല്ലേ, സ്കൂളിലെ റേഷൻ കടയിലെ വെള്ളരി. എന്താണ് കേൾക്കുന്നില്ല? സ്കൂളിൽ നിന്ന് ഞാനാണോ കിട്ടുന്ന വെള്ളരി ഇല്ലേ, വെളുത്ത അരി, സ്കൂളിലെ വെള്ളരി. അതിന് ഞാന് നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കാറുണ്ട്. വെളിച്ചെണ്ണ മസാലയൊക്കെ ചേർത്ത് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിട്ട് മുട്ടയൊക്കെ ചേർത്ത് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കും. അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. ഒന്നും വേണ്ട കഴിക്കാൻ, അത് തന്നെ കഴിച്ചോളൂ. അത് ഒരുപാട് ചെലവുമില്ല, കുട്ടികൾക്ക് നെയ്ച്ചോറ് ഫ്രൈഡ് റൈസിന്റെ ഒരു ഇതാവുകയും ചെയ്യും, സന്തോഷമാവുകയും ചെയ്യും. ഇപ്പൊ പിന്നെ നിങ്ങളുടെ ട്രിക്കുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, അവരുടെ വയറ്റില് ആ ഭക്ഷണം എത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ട്രിക്കുകളാണ് ചെയ്യുന്നത്? സഫീദ എന്തൊക്കെയാ ചെയ്യുന്നത്? സഫീദ ജാസ്മിൻ. ഞാന് എന്താ ഈ ബ്രെഡിന്റെ ഒക്കെ ഉള്ളില് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ചീസും ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഇഷ്ടമാണ്. അതുപോലെ ചപ്പാത്തിയുടെ ഉള്ളിൽ റോളാക്കി കൊടുക്കലുണ്ട്, സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ പാൻ കേക്ക് ഉണ്ടാവില്ലേ, രാഗിപ്പൊടി, നേന്ത്രപ്പഴം, പിന്നെ മുട്ട, പഞ്ചസാര, ഇതൊക്കെ കൂടി മിക്സിയിൽ അടിച്ചിട്ട് ചെറിയ ചെറിയ പാൻ കേക്ക് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഹണിയൊക്കെ ഒഴിച്ചിട്ട്. ചിലപ്പോ അവർക്ക് നല്ല സ്വഭാവമൊക്കെ ആണെങ്കിൽ കഴിക്കും, ചിലപ്പോ കഴിക്കില്ല അല്ലേ? ചിലപ്പോ കഴിക്കില്ല. ചിലപ്പോ കഴിക്കും. പിന്നെ പറയൂട്ടോ. മുട്ട കഴിക്കത്തില്ല. ജോൺ ഡിവിൽസൺ പറയൂ. ജോൺ ഡിവിൽസൺ പറയൂ. മുട്ട കഴിക്കാത്തത് കൊണ്ട് നമ്മുടെ ദോശമാവില്ലേ, ദോശമാവിനകത്ത് എന്താ അവന് വേണ്ടി മാത്രം ഇച്ചിരി എടുത്തിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അടിച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ദോശ എന്താ നെയ്യ് ഒഴിച്ച് ദോശ ഇട്ടെടുക്കും, അന്നേരം കഴിച്ചോളൂ. സാധാ ദോശ കഴിക്കില്ല? സാധാ ദോശ കഴിക്കും, പക്ഷെ മുട്ട കഴിക്കാത്തത് കൊണ്ട് ഞാന് പൊട്ടിച്ചൊഴിച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ദോശമാവ് ഒഴിച്ച് നെയ്യൊക്കെ തൂത്ത് ചുട്ട് കൊടുക്കുമ്പോ അവൻ കഴിച്ചോളൂ. ഇതേ സംഭവം തന്നെ, ദോശമാവ് ഒഴിക്കില്ല, പക്ഷെ അതില് കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിക്കുമ്പോൾ ഫ്ലഫി ആയി വരും. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് പോലെ ആവുമ്പോ അത് കഴിക്കും മുട്ട. ആ ഒരു രീതിയിൽ മുട്ട കഴിപ്പിക്കാറുണ്ട്. പിന്നെ വനജ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്റെ മോള് ഇത്തിരി വലുതാണ്, അത് കാരണം അത്യാവശ്യമൊക്കെ കഴിക്കും. ടെൻത്തിലാണ് ഇപ്പൊ പഠിക്കുന്നത്. കഴിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് വേണ്ടത് അത്യാവശ്യമൊക്കെ കഴിക്കുന്നുണ്ട്, അറിയാൻ തുടങ്ങിയല്ലോ. ഇനി ആരാണ് ട്രിക്കുകൾ ഉപയോഗിക്കുന്ന ആളുകള് ഒന്ന് പറയാമോ? പിന്നെ എഗ്ഗ് പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മളത് എന്തെങ്ങനെ ചിരകിയിട്ടൊക്കെ അങ്ങനെ ഇട്ടിട്ട് കുരുമുളകും ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പം കുട്ടികൾ കഴിക്കും. ഇവിടെ കഴിച്ചിരുന്നു. സാലഡ്സ് ഒക്കെ കഴിക്കാറുണ്ടോ കുഞ്ഞുങ്ങള്? സാലഡുകള്, കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ടോ? ഞാൻ വെള്ളക്കടല വേവിച്ചിട്ട് അതില് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കാറുണ്ട്, അപ്പൊ കഴിക്കും. വെള്ളക്കടല ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് പച്ചക്കറി വെജിറ്റബിൾസ് കുക്കുംബറൊക്കെ ഇട്ടിട്ട്. സ്പ്രൗട്ടഡ് ചെറുപയർ മിക്സ് ചെയ്തിട്ടുള്ള സാലഡ് ഞാൻ ആദ്യമായിട്ട് ഒരു റിസോർട്ട് പോയാലോ ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തത് അങ്ങനെയാണ്.
അപ്പൊ ആ രീതിയിൽ എന്റെ മോൾക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടം അങ്ങനെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ചെറുപയർ മിക്സ് ചെയ്തിട്ടുള്ള അതില് തക്കാളി കുക്കുംബർ എല്ലാം ഉണ്ടാവും, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സാലഡ്, അതും ചപ്പാത്തിയും അതുപോലെ ചിക്കൻ ഫ്രൈ പോലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്രൈയും ഉണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കേയില്ല. അങ്ങനെ ഒരു സാലഡും ഫ്രൈയും ഉണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കും. ഉം. അങ്ങനെ മോന് കഴിക്കില്ല, മോള് കഴിക്കും. ഉം. ഓക്കെ. അപ്പോ കുഞ്ഞുങ്ങള് നല്ല രീതിയിൽ, അതായത് ആ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് അവർ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രീ സ്കൂൾ, അതായത് അവർക്ക് 3 to 6 ഇയേഴ്സ് വരെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അവരുടെ ഫുഡ് പ്ലാൻ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. വെജിറ്റബിൾസ് കൂടുതലായിട്ട് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ വെജിറ്റബിൾസ് കഴിക്കാത്ത ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചില അമ്മമാര് മിക്സഡ് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കും, അല്ലെ? ഫ്രൈഡ് റൈസ് പോലെ കഴിക്കാറുണ്ടോ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ട്? പക്ഷെ ചില കുഞ്ഞുങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ആ ഇത് നമ്മൾ കൊടുക്കും, ഫ്രൈഡ് റൈസ് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ വെറുതെ കളയും, എന്നിട്ട് റൈസ് മാത്രം കഴിക്കും, ഇല്ലേ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ ചില ട്രിക്കുകളാണ്. പിന്നെ ഇപ്പൊ നമ്മള് ചിക്കൻ ചില വെച്ചിട്ട് കുഞ്ഞുങ്ങള് ഉപ്പുമാവില് കടുക് പോലും പെറുക്കിയിട്ടിട്ട് കഴിക്കണത് കാണാം. ക്യാരറ്റ് ഒക്കെ നമ്മൾ കടുകിട്ട് കൊടുത്താല് അവരതൊക്കെ പെറുക്കിയിട്ടിട്ട് അത് ബാക്കിയുള്ളത് മാത്രം കഴിച്ചിട്ട് പോകും. അതായത് ഈ ഒരു എന്താ പറയാ, ഈ വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും അതുപോലെ തന്നെ റൈസും മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കുമ്പോൾ ആ റൈസും ചിലപ്പോൾ ചിക്കനും കഴിക്കും. ബാക്കിയുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് തന്നെ. പക്ഷെ അവരത് പെറുക്കി കളയുന്നതാണ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും അത് അവർ ഫുള്ളായിട്ട് കഴിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് വെച്ച് ക്രീം ഉണ്ടാക്കാം. ഇപ്പൊ റോ ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കാത്തവരാണെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഫ്രൂട്ട് ക്രീം പോലെ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ക്യാരറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിലവര് കറിയാക്കി വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല. അപ്പൊ ഇതിനകത്ത് കുറച്ച് സ്വീറ്റ്സ് ആഡ് ചെയ്തിട്ട് ക്യാരറ്റ് ഹൽവ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം, അല്ലെ? ക്യാരറ്റ് ഹൽവയൊക്കെ എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണോ? അതെ. കാരണം എന്താണ്, സ്വീറ്റ്സ് കണ്ടെയ്നിങ് ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഹൽവ പോലുള്ള കാര്യങ്ങൾ കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലസ്സി, മിൽക്ക് ഷേക്ക്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന മിൽക്ക് ഷേക്ക് ഒന്നും ചിലപ്പോൾ ഇഷ്ടമാവില്ല, പുറത്തെ മിൽക്ക് ഷേക്ക് ഒക്കെ ആയിരിക്കും ഇഷ്ടം. അവർ പുറത്തു പോയി കഴിക്കാനാണ് ചിലപ്പോൾ പറയുക, അല്ലെ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങളില്ലേ, ഈ അമ്മ ഉണ്ടാക്കുന്നത് ഒരു രസമില്ല, കൊള്ളില്ല, ആ പുറത്തുനിന്നുള്ളതാണ് നല്ലതെന്ന് പറയും, അല്ലെ? അപ്പൊ അങ്ങനെയും ഉണ്ട്. പക്ഷെ നമ്മളത് മാക്സിമം എന്താ പറയാ, കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ നേരത്തെയും വേണം. കുറെ ഏജ് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ എന്താ പറയാ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഭക്ഷണ ക്രമങ്ങൾ അല്ലെങ്കിൽ നല്ല ഭക്ഷണ രീതികൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ടീച്ചേഴ്സ് പാരന്റ്സിനോട് പറയുകയും കൂടി വേണം. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, അതായത് മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ. ചെറുപയറാണെങ്കിലും കടലയാണെങ്കിലും പയറാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, മുളപ്പിച്ചു കൊടുക്കാറുണ്ട്, അല്ലെ? അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കുറച്ചും കൂടി കൂടുതലാണ്. ഇപ്പൊ നമ്മൾ സാധാ ഒരു ചെറുപയർ കഴിച്ചു എന്ന് വിചാരിക്കുക, അതിനേക്കാളും കുറച്ചും കൂടി ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാണ് എന്ത്, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾക്ക്. അപ്പൊ അതായത് മുഴുധാന്യങ്ങൾ എന്ന് പറയുക, അല്ലെ? മുഴുധാന്യങ്ങൾ മുളപ്പിച്ചത് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ. അപ്പൊ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇനി കുഞ്ഞുങ്ങൾക്ക് ചില സമയത്ത് അസുഖങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആകുന്നതും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്, അല്ലെ? ഒരു സെക്കൻഡേ.
ഓക്കെ, അപ്പോ ഇതാണ് പറഞ്ഞത്, ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം നൽകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഡോക്ടർമാര് പ്രത്യേകം പറയാറുണ്ട് അല്ലെ, കഞ്ഞി പോലുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് അല്ലെ. അസുഖം വരുന്ന സമയത്ത്, പനിയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഡോക്ടേഴ്സ് പറയാറില്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആവുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അസുഖമുള്ള സമയത്താണെങ്കിൽ കുട്ടിയെ നമ്മൾ പട്ടിണിക്ക് കിടത്താനായിട്ട് പാടില്ല. ഓക്കെ, അതായത് ഒരിക്കലും ഭക്ഷണം കൊടുക്കാതെ ഇരുത്തരുത്. കാരണം കുഞ്ഞുങ്ങൾ മരുന്ന് കഴിക്കുന്നതാണ്. അപ്പൊ ആ മരുന്നിന് യഥാസമയം റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ, ആ ട്രീറ്റ്മെന്റ് ഫുള്ളി ഒരു എന്താ പറയാ, അതിന് ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഭക്ഷണം കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ബോഡി വീക്ക് ആവുകയും ആ രോഗം മാറാതിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങള് അസുഖമുള്ള സമയത്ത് പട്ടിണി കിടത്താനായിട്ട് കുഞ്ഞുങ്ങൾ, അവർ ചിലപ്പോൾ പറയും വേണ്ട, ഭക്ഷണം കഴിക്കും, വേണ്ട, വിശക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ കൂടിയും എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം അത് എളുപ്പത്തിൽ ധരിക്കാവുന്നതാണെങ്കിൽ അത്രയും നല്ലത് കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതാണ് ആ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ തേർഡ് പാരഗ്രാഫ് ആണ്. അതൊന്ന് റീഡ് ചെയ്തോളൂ. തേർഡ് അല്ല, അതർ ഫുഡ് ഹാബിറ്റ്സ്. അതൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ എല്ലാവരും. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സുറുമി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതർ ഫുഡ് ഹാബിറ്റ്സ്? Okay, miss. It is other food habits. It is better to avoid strong flavors and too many spices. കുട്ടികൾക്ക് അധികം ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാതിരിക്കുക. പിന്നെ കൂടുതലും സ്പൈസസ്, എരിവൊക്കെ, കുരുമുളക്, എരിവൊക്കെ കൂടുതൽ കൊടുക്കാതിരിക്കുക. ടു ഹോട്ട് ആൻഡ് ടു കോൾഡ് ഫുഡ് ഷുഡ് ഓൾസോ ബി അവോയ്ഡഡ്. ഒരുപാട് ചൂടുള്ളതും ഒരുപാട് തണുത്തതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാതിരിക്കുക. ഫുഡ് ഷുഡ് be prepared depending upon the dislikes of the child. കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ഫുഡ് പ്രിപ്പയർ ചെയ്യുക. The child should never be forced to eat. കുട്ടികളെ ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കാതിരിക്കുക, ഒരുപാട് ഫോഴ്സ് ചെയ്യരുത്. In order to develop taste, less likable foods can be offered when the child is very hungry, followed by more likable foods. കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കുട്ടികൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുമ്പോൾ അവർ വേഗം കഴിച്ചോളും. അങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഫോളോഡ് ബൈ മോർ ലൈക്കബിൾ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ ഏതൊക്കെയാണോ അതായത് ഫുഡ്സ് കൊടുക്കാൻ ശ്രമിക്കുക. ബൈ ദിസ് ഏജ് children are able to feed themselves independently and this should be aided. കുട്ടികൾക്ക് ചെറു പ്രായം മുതൽ അവര് സ്വന്തമായിട്ട് ആഹാരം കഴിക്കാൻ അവരെ പ്രാപ്തരാക്കുക. Care should be taken to see that meal times are calm.
കെയർ ഷുഡ് ബി അത് മനസ്സിലായില്ല കേട്ടോ മിസ് എനിക്ക്. വായിച്ചോളൂ അറിയാവുന്നത് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം കേട്ടോ. അവര് ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മളൊരു കെയർ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ബെറ്റർ ടു സേവ് സ്നാക്സ് ഇൻ ബിറ്റ്വീൻ മീൽസ്. കുട്ടികൾക്ക് മീൽസിന്റെ ഇടയ്ക്ക് സ്നാക്സ് കൊടുക്കാതിരിക്കുക. ബട്ട് ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഹൈലൈറ്റ് സ്നാക്സ് ഇൻസ്റ്റെഡ് ഓഫ് മീൽസ്. ഇടയ്ക്ക് സമയത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കുക, അതല്ലാതെ മീൽസിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരിക്കലും സ്നാക്സ് കൊടുത്ത് അവരെ അത് ഹൈലൈറ്റ് ചെയ്യിക്കരുത്, അവർ അനുവദിക്കരുത്. ജങ്ക് ഫുഡ് ആൻഡ് ടു മെനി സ്വീറ്റ് ഫുഡ് ഷുഡ് ഓൾസോ നോട്ട് ബി പ്രിഫേർഡ്. പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ്സും പിന്നെ മധുരം അധികമായിട്ടുള്ള ഫുഡുകളും കുട്ടികൾ കൊടുക്കാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം ഫുഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ബെനിഫിറ്റ് ഓർ പണിഷ്മെന്റ്. അതോടുകൂടി നമ്മൾ അതിന് ഒരു ഫുഡ് കൊടുത്ത് കുട്ടിയെ മുതലെടുക്കാനും അതൊരു പണിഷ്മെന്റ് ആക്കാനും ചെയ്യരുത്. കൺസേൺ ഷുഡ് ബി ടേക്കൺ ദാറ്റ് ദ ചൈൽഡ് ഡസ് നോട്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം കൂടിയാണ്, കുട്ടികൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾ കഴിച്ചിരിക്കണം. Children usually enjoy food when all family members or many children in their center eat together. കുട്ടികൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് കുട്ടികൾ ആ ഫുഡ് എൻജോയ് ചെയ്യും. അത് മാത്രമല്ല കുട്ടികളായിട്ട് കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്തും ആ ഫുഡ് അവർ എൻജോയ് ചെയ്ത് കഴിക്കും. വെറൈറ്റി ഇൻ ടൈപ്പ്, preparation, color, texture and shape of food also makes them feel happy. പിന്നെ ഫുഡിന്റെ പല തരത്തിലുള്ള ഫുഡുകള് അതിന്റെ പ്രിപ്പറേഷൻസും കളറുകളും അതിന്റെ ഘടനയും രൂപവും എല്ലാം കുട്ടികളെ കൂടുതൽ ഹാപ്പി ആക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ദോശയുടെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സന്തോഷത്തോടെ ദോശ കഴിക്കും. വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരത്തിന് ശേഷവും കൈ കഴുകുക. ആൻഡ് ക്ലീനിങ് ഓഫ് ടീത്ത് ആഫ്റ്റർ ഫീഡ് ക്യാൻ ബി എയ്ഡഡ്. ആഹാരം കഴിച്ചതിന് ശേഷം കുട്ടികൾ പല്ല് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിൽഡ്രൻ ക്യാൻ ഓൾസോ ബി എൻകറേജ് ടു ഷെയർ ഫുഡ് ആൻഡ് നോട്ട് ടു സ്പിൽ ആൻഡ് വേസ്റ്റ് ഫുഡ്. കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യണം. കുട്ടികളുടെ ഫുഡ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഓക്കെ മിസ്. അതായത് മറ്റ് ഭക്ഷണ രീതികളാണ് ഇവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം സ്ട്രോങ് ഫ്ലേവേഴ്സ് അതുപോലെ സ്പൈസസ് എന്നിവ ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് കാണാല്ലേ, അതായത് ഈ നമ്മള് ജങ്ക് ഫുഡ്സ് അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഫുഡുകള് ഇതിനകത്തൊക്കെ കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവറുകൾ അല്ലെ, അതും അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ചിലപ്പോ കെമിക്കൽസ് അല്ലെങ്കിൽ എന്താ പറയുക ശരീരത്തിന് ദോഷകരമായിട്ട് പിന്നീട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവന്റെ ഇഷ്ടക്കേടുകൾക്ക് അനുസരിച്ചിട്ട് വേണം ഭക്ഷണം തയ്യാറാക്കാനായിട്ട്. കുട്ടികളെ ഒരിക്കലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യരുത്, നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്. അതായത് പ്രോപ്പർ ഡൈജഷൻ അവിടെ നടക്കില്ല അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് കുട്ടികളെ കാമായിട്ട് അല്ലെങ്കിൽ ശാന്തനായിട്ട് ഇരുത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ലഘുഭക്ഷണമായിരിക്കണം നമ്മള് ഓരോ മീൽ ടൈമിലും കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, വളരെയധികം മധുരമുള്ള ഭക്ഷണങ്ങള് എന്നിവയ്ക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, കൂടുതലായിട്ടും ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളോ ജങ്ക് ഫുഡ്സോ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ ഇത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതലായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം എന്താണ് കുട്ടികളില്, നമ്മുടെ നാട്ടില് പോഷകാഹാരക്കുറവ്, വെയിറ്റ് കുറവ്. ഓക്കെ, അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഒബിസിറ്റി, അമിതവണ്ണം. ഉണ്ടോ കുഞ്ഞുങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാവാറുണ്ടോ? ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒബിസിറ്റി ഉണ്ടാവാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കുറവ്, ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ഒബിസിറ്റി, രണ്ട് ഇമ്മ്യൂണിറ്റി കുറവ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ നാട്ടില് ആരും പട്ടിണി കിടക്കാറില്ല അല്ലെ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ ഒരു നേരമെങ്കിലും? ഇല്ല.
എത്ര തീരെ ദരിദ്രനാണെങ്കിലും അല്ലെങ്കിൽ എത്ര പാവപ്പെട്ടവനാണെങ്കിൽ കൂടിയും അവൻ ഒരു നേരത്തെ അല്ലെങ്കിൽ 2-3 നേരത്തെ ഭക്ഷണം യഥാസമയം അത്ര അധികം വിഭവസമൃദ്ധമല്ല, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ കൂടിയും ഭക്ഷണം കഴിക്കാറുണ്ട്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആണ് അല്ലെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികളാണെങ്കിലും അതുപോലെ സ്ത്രീകളാണെങ്കിലും ഒക്കെ തെരുവിലിരുന്ന് ബെഗ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ടായെങ്കിലും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നവരാണ് അവിടുത്തെ കുട്ടികൾക്ക്. ചേരി പ്രദേശങ്ങളിലൊക്കെ നമുക്ക് അങ്ങനത്തെ കാഴ്ച കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ നാടെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ കുട്ടികള് പോഷകക്കുറവ് നേരിടുന്നത് ഭക്ഷണ ദൗർബല്യം കൊണ്ടല്ല. അതായത് ഇവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണത്തിനധികം ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. മറിച്ച് അവയർനെസ്സിന്റെ കുറവാണ്. ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഏത് ഭക്ഷണമാണ് കഴിക്കാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ള ഒരു ബോധക്കുറവ് ഇവിടെയുള്ള ആളുകൾക്കിടയിലുണ്ട്. ഓക്കെ, ആളുകൾ കൂടുതലും തിരക്കിലാണ് അല്ലെ, ബിസി ലൈഫാണ് എല്ലാവരുടെയും. ഇപ്പോൾ മിക്ക പാരന്റ്സ് ജോലിക്ക് പോകുന്നവരാണ്. അച്ഛനമ്മമാരൊക്കെ എന്ത് ചെയ്യും? ജോലിക്ക് പോകും രാവിലെ. ചിലപ്പോൾ കുട്ടി തനിച്ചായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ കുട്ടിയുടെ കൂടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാകാം. പക്ഷെ ചിലപ്പോൾ ശ്രദ്ധ കൂടുതൽ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ കൂടുതലായിട്ടും എന്താണ് പാക്കറ്റ് ഫുഡ്സുകൾ, അതുപോലെ പുറത്തുനിന്ന് വരുന്ന കുട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പാരന്റ്സ് അവിടെ ഇല്ല. ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന് ചിലപ്പോൾ അവരുടെ കാര്യം ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല, അവർക്ക് ആരോഗ്യക്കുറവ് മൂലം. അപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡും അതുപോലെ കൊണ്ടുതരുന്ന അല്ലെ, നമ്മള് എന്താ പറയാ ഡെലിവറി ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞ് സ്കൂള് വിട്ട് വരുമ്പോൾ കഴിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ ചിലപ്പോൾ അത് കഴിച്ചുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് കൂടുതലായിട്ട്, അതായത് അവയർനെസ്സിന്റെ കുറവാണ്. അതായത് കുറെ പൈസ സമ്പാദിക്കുന്നുണ്ട്, നല്ല ജോലിയുണ്ട്, പക്ഷെ കുട്ടികളെ നേരാവണ്ണം നോക്കാനായിട്ട് സമയമില്ല, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും സമയമില്ല. അപ്പൊ അതുമൂലം കുട്ടികൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം. അതുകൊണ്ടാണ് അവയർനെസ്സിന്റെ കുറവ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കുന്നില്ല. ഓക്കെ, മറിച്ച് ശരിയായ ഭക്ഷണം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള ഒരു ബോധമില്ലാത്തതാണ് നമ്മൾ നേരിടുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത് അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുക. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും. കാരണം രാവിലെയാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. ഒരു 9:30, 9 മണി, 10 മണി ഒക്കെ ആകുമ്പോൾ അല്ലെ, 9, 9:30, 10 ആ സമയത്തിനുള്ളില് ആണ് ചിലപ്പോൾ എല്ലാ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടെല്ലാം പോകുന്നെങ്കിൽ ഉച്ചവരെ കുഞ്ഞുങ്ങൾ പട്ടിണിക്ക് വെക്കേണ്ടി വരും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് തലകറക്കമോ തലവേദനയോ അല്ലെങ്കിൽ വയറുവേദനയോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ കാര്യം, അതായത് അവർ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്, ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എണീറ്റ് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ചിലപ്പോൾ പഠിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചില കുഞ്ഞുങ്ങൾ രാവിലെ ഇരുന്ന് പഠിക്കാനൊക്കെ ഇരിക്കാറുണ്ട്. നല്ല സ്വഭാവമാണ് കേട്ടോ. പലതരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ കൂടുതലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൊബൈലിലാണ് കളിക്കുക. ആണോ? അങ്ങനെ ഉണ്ടാവും? മൊബൈൽ യൂസ് ചെയ്യുന്നവരാണോ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ? ഇല്ലെങ്കിൽ നല്ല കാര്യം കേട്ടോ. ഇനി ചില കുഞ്ഞുങ്ങള്, അതായത് നമ്മുടെ പണ്ടത്തെ രീതിയൊക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ രാവിലെ കുഞ്ഞുങ്ങൾ എണീറ്റ് കഴിയുന്നു, ഉടനെ തന്നെ ബ്രഷ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം കുറച്ചു നേരം വായിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പാല് കൊടുക്കാം, പുഴുങ്ങിയ ഏത്തപ്പഴം കൊടുക്കാം, അതുപോലെ തന്നെ നട്ട്സ് കുറച്ച് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഊണിനോടൊപ്പം ചോറിനോടൊപ്പം തന്നെ ഇലക്കറികൾ, അതുപോലെ ഫിഷ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും പുട്ടും കടലയോ ആണെങ്കിൽ ആ കുഞ്ഞിന് അത് ബോറടിക്കും അല്ലെ. കുഞ്ഞിന് കഴിക്കാനായിട്ട് മടിക്കില്ലേ? ഇന്ന് പുട്ടും കടലയാണ്, നാളെ പുട്ടും കടലയാണ്, മറ്റന്നാൾ പുട്ടും കടലയാണ്. ഒന്ന് ഓർത്ത് നോക്കിയ നിങ്ങള്, കുഞ്ഞിന് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും? ബോറടിക്കും. അപ്പൊ മാറ്റി പിടിക്കുക. അതായത് ഇന്ന് ഉണ്ടാക്കിയ ഡിഷ് നാളെ ആവർത്തിക്കാതിരിക്കുക.
പകരം വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് ഇഷ്ടമാവും. അപ്പൊ എല്ലാ ദിവസവും ഒരുപോലെയുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കളറ്, അതായത് കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. കളർ അട്രാക്ട് ചെയ്യാം, അതുപോലെ സ്മെൽ അട്രാക്ട് ചെയ്യാം, പിന്നെ ചില ഫ്ലേവറുകൾ, അതായത് നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഒന്നും തന്നെ ആഡ് ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം ഈ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മമാര് ചെയ്യുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആനയുടെ ഷേപ്പിൽ, എലിഫന്റിന്റെ ഷേപ്പിൽ ദോശ ഉണ്ടാക്കും അല്ലെ, പിന്നെ ഡോളിന്റെ ഷേപ്പിൽ ദോശ ഉണ്ടാക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്യാറില്ല. അത് ചില അമ്മമാർ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ മോന് ദോശയും ചമ്മന്തിക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചട്നി, തക്കാളി ചട്നി, അതുകൊണ്ട് പിന്നെ വേറെ രീതിയിൽ ഉണ്ടാക്കണ്ട. അല്ലെ, ചില കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ കഴിക്കും. നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. ചില കുഞ്ഞുങ്ങൾ മടിക്കും. അപ്പൊ അവർക്ക് കൂടുതൽ കൗതുകമുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കാണുന്നതെങ്കിൽ അവരത് കഴിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഡോളിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോൾ ആണല്ലോ, ആ ഒരു ഇതിൽ എന്ത് ചെയ്യാറുണ്ട്, അവർ കഴിക്കാറുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളും കൂടി കുഞ്ഞുങ്ങള് ചെയ്യും. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വളരെ ശ്രദ്ധിച്ചു വേണം, അതും വെറൈറ്റി ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ ചിലവര് പറയാറുണ്ട്, ഇപ്പൊ ഇവിടെ ഒരു കമന്റ് കണ്ടു, ബീട്രൂട്ട് ഒക്കെ വെച്ചിട്ട്, അതായത് കുറച്ചും കൂടി കളർഫുൾ ആണ് ബീട്രൂട്ട് ദോശ എന്നൊക്കെ പറയും അല്ലെ. അതിന്റെ ഇതൊക്കെ ഫ്ലേവർ, അതായത് വളരെ നൈസ് ആയിട്ട് അത് എടുത്തിട്ട് ദോശ മാവിൽ കലക്കാറുണ്ട്. അങ്ങനെ കലക്കി അത് ദോശ ചുടുമ്പോൾ അതിന് വേറെ കളറാണ് ഉണ്ടാവുക. അപ്പൊ അത് ചില കുഞ്ഞുങ്ങൾ കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുപയർ, അതുപോലെ പച്ചരി, ഉഴുന്നൊക്കെ ഇതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാല്, അതായത് ചെറുപയറിന്റെ അളവ് കൂട്ടിയും അതുപോലെ പച്ചരിയും ഉഴുന്നുമാണെങ്കിൽ അതിന്റെ അളവ് കുറച്ചിട്ടിട്ട് ആ ചെറുപയർ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെറുപയർ ദോശ ഉണ്ടാക്കാറുണ്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ചെറുപയർ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുമല്ലോ. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ആവണമെന്നില്ല. ചിലപ്പോൾ അവര് ചോദിക്കാം എന്താണ് കളർ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഗ്രീൻ കളർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അതുകൊണ്ട്, അതായത് ശരിക്കും വൈറ്റ് കളർ വരില്ലല്ലോ ചെറുപയർ അരച്ചു കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ കഴിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അതുപോലെ പല മാർഗങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അതുപോലെ രാഗിപ്പൊടി കൂട്ടിയാല് ഒരു കാപ്പി കളർ, കറുപ്പ് കളറൊക്കെ ഉണ്ടാവും ദോശക്ക്. അപ്പൊ അത് കാണുമ്പോഴും കഴിക്കുമ്പോ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ. റാഗി ദോശ നല്ലതാണ്. റാഗിയുടെ ദോശ ഇതുപോലെ തന്നെ ചെറുപയറിന് പകരം റാഗി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവർക്ക് ഇഷ്ടപ്പെട്ട കറികളുടെ ഒക്കെ കൂടെയാണെങ്കിൽ അവരത് നല്ലതായിട്ട് കഴിച്ചോളും. അങ്ങനെയുള്ള ഒരു സ്പെഷ്യാലിറ്റി കൂടി അതിനുണ്ട്. അപ്പൊ ഇത്തരത്തിൽ, അതായത് കൂടുതലും നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചും, അതായത് കുട്ടികൾക്ക് കൊടുക്കണം അല്ലെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഇത്തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ കൂടുതലായിട്ട് അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ വൈറ്റ് ദോശ അല്ലെങ്കിൽ നമ്മൾ പച്ചരി ദോശയ്ക്ക് പകരം ചെറുപയർ ദോശയാണ് കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. ആ ചെറുപയർ ദോശയും സാമ്പാറും കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡാണ് അല്ലെ. ഇപ്പം അംഗനവാടി തലത്തില് 3 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇതെല്ലാം ശീലിപ്പിക്കുന്നുണ്ട്. അവിടെ പോഷമ്മ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട്. ഗോതമ്പ് ദോശയും പറ്റൂലേ? ഗോതമ്പ് ദോശ കൊടുക്കാറുണ്ട്. തന്നെയാണ്, കാർബോഹൈഡ്രേറ്റ് ആണ് ഇതിനകത്തുള്ളത് കൂടുതലായിട്ട്. നമ്മള് റാഗി, ചെറുപയർ അതുപോലെ ഒന്നും വരില്ല എന്തായാലും കേട്ടോ. ഗോതമ്പ് അത്രയും വരില്ല. റാഗി, ചെറുപയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഷോപ്പിൽ ഇപ്പൊ എല്ലാതും കിട്ടുന്നുണ്ടല്ലോ. ചാമ കിട്ടാറുണ്ട് ഇവിടെ. ഉപ്പാക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. രാഗി, ചാമ, അതുപോലത്തെ വെറൈറ്റി ആയിട്ട്. അതുപോലെ ചോളോന്റെ പൊടി മഞ്ഞ കളറില് ഒക്കെ ഉണ്ടാവും. അപ്പൊ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ എന്നെയൊക്കെ. അത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിച്ചാൽ മതി. രാവിലെയും വൈകിട്ടും ഇങ്ങനെയുള്ള. രാവിലെ മില്ലറ്റ്സ് കൂടുതലായിട്ട് എഴുതി വരും.
ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റാഗി ഉപയോഗിക്കാം, ചാമ്പ് ഉപയോഗിക്കാം. അങ്ങനെ മില്ലറ്റുകൾ ഉണ്ടല്ലോ, ധനവർഗ്ഗങ്ങൾ ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കും. അപ്പൊ ഡിഫറൻസ് ഉണ്ടാവും. ലൈഫ് സ്റ്റൈലില് കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് സമയം ആവശ്യമാണ്. കുറച്ച് സമയം എടുത്ത് നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഓട്സ് ഉപയോഗിക്കാം. ഓട്സ് ഉപയോഗിച്ച് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതുപോലെ പുട്ട് ഉണ്ടാക്കാം. അമൃതപ്പൊടി വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം നല്ലപോലെ. ആ, അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഓട്സും റവയും ഉപയോഗിച്ച് നമുക്ക് ഇഡലി ഉണ്ടാക്കാം. അങ്ങനത്തെ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം. അമൃതപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് കേട്ടോ, അത് എങ്ങനെയാന്നൊന്ന് പറഞ്ഞു തരുമോ? ഒന്ന് അറിയാൻ പറ്റാതെ. അമൃതപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് പറയുന്ന കേട്ടോ. അമൃതപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പെട്ടെന്നൊന്ന് പറയാം, 1 മിനിറ്റ് കൊണ്ട്. നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, ബീൻസ്, പച്ചമുളക്, വേണമെങ്കിൽ മതി എരിവ്, ഇച്ചിരി തക്കാളി എല്ലാം കൂടെ നമ്മൾ കടുക് താളിച്ചിട്ട് അതിനകത്തോട്ട് ഉലുവയും വറ്റൽമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട, നമുക്ക് വേണമല്ലോ എരിവ്. ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ വഴറ്റിയിട്ട് ഈ കുറച്ച് വെള്ളം, പേരിന് വെള്ളമേ ഒഴിക്കാതെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പിട്ട് തിളച്ച് വരുമ്പോൾ അമൃതപ്പൊടി ഇട്ട് നമ്മൾ മറ്റേ റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് കുട്ടികൾക്ക് തേങ്ങാപ്പീരി പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞങ്ങൾ അംഗനവാടിയിൽ ഉണ്ടാക്കും. ഞാൻ അംഗനവാടി ടീച്ചറായിരുന്നു നേരത്തെ. അങ്ങനെ ചെയ്ത് കൊടുക്കും. നമുക്ക് എരിവ് ആഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് നല്ലതുപോലെ എരിവ് വേണമെങ്കിൽ പച്ചമുളകും, ഞങ്ങൾക്ക് അതിന് പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ളതാ ഈ പോഷന്മാരുടെ പ്രോഗ്രാം ചെയ്തപ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചരി, നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോപ്പ് ചെയ്യണം. ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ ക്യാബേജ് വേണമെങ്കിൽ മതി. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഇട്ട് കളർ പുട്ടുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കടലക്കറി ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഇഷ്ടമുള്ള പോലെ കൊടുക്കും. മധുരം കുറയ്ക്കുന്നത് നല്ലത് കുട്ടികൾക്ക്. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് സൈൻ ഔട്ട് ചെയ്യാമെന്നാ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിട്ടോ. ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടേക്കാം, ക്ലാസ് റൂമിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് അല്ല, ഒരു അപ്പോളജി ഉണ്ട് മിസ്. കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം മിസ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരു വിഷമം തോന്നരുത് നിങ്ങളോട്, ഒന്ന് വിഷമം തോന്നരുത് കേട്ടാ. ഞങ്ങളോട് ദേഷ്യം തോന്നരുത്. എന്താണ്? കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതിന് മിസ്സിന് അതിന് ഞങ്ങളോടൊരു ദേഷ്യം തോന്നിട്ടെന്ന് പറഞ്ഞതാണ്. ആതിര മിസ് എന്ന് പറഞ്ഞില്ലായിരുന്നു? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ അസൈൻമെന്റിന്റെ ഇഷ്യൂ അല്ലേ? അസൈൻമെന്റിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഇപ്പൊ അതിന് നിങ്ങളോട് എന്തിനാണ് എനിക്ക് പിണക്കം തോന്നുന്നേ? എനിക്ക് യാതൊരുവിധ പിണക്കൂല ആരോടും കേട്ടോ. ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചിട്ട് കൂടിയില്ലല്ലോ നിങ്ങളോട്. സ്വാഭാവികമാണ്. ഹലോ ടീച്ചറെ, അത് ഇപ്പോഴെന്താണ് എടുത്തിടുന്നത്? അത് കഴിഞ്ഞു പോയ കാര്യല്ലേ? അത് ഇപ്പോഴാണ് നീ എടുത്തിടുന്നത്? അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. അതെ, മിസ്സിന് അറിയായിരുന്നു, മിസ്സിനും എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പൊ എന്തിനാ എടുത്തിടുന്നത്? ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇഷ്യൂ ഉണ്ടാക്കാനല്ല ഇതിനകത്ത് മിസ്സിന് ഒരു ദേഷ്യം നമ്മോട് ഉണ്ടാവരുത്, അതുകൊണ്ടൊന്നും പറഞ്ഞു. മിസ്സിനും അതല്ലേ ടീച്ചറെ, ടീച്ചർക്കും മറ്റുള്ള ടീച്ചർമാർക്കും അറിയാം. തിരിക്കരുത് ഇങ്ങനെ ചൂടാവണോണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് ഒരു ക്ലാസ്സിൽ എടുത്തിടുന്നുണ്ട് ടീച്ചറെ. നല്ല വിഷമാവുന്നുണ്ട്. ഞാനേ പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് പഠിക്കണാണ്, അല്ലാണ്ട് നല്ല രസമായിട്ട് പഠിക്കണല്ല. ഞാൻ ഫിക്സ് വരുന്ന ഒരു കുട്ടിയാണ്. ഒരു എപ്പോഴെപ്പോഴും എടുത്തിടുന്നുണ്ട്. സൈൻ ഓഫ് പാടട്ടെ മിസ്? സൈൻ ഓഫ് പാടട്ടെ? സൈൻ ഓഫ്. ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം. നമ്മൾ ഈ ഒരു കോഴ്സിൽ വന്നത് ഈ ഒരു മോണ്ടിസോറി മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണോ? ആണോ? മാറാൻ പറ്റുമോ? ഇതിലെന്നും തല്ലാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ എന്തിനാ വിചാരിക്കുന്നത്? നമ്മൾ ഒരു കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്തു. ആ കോഴ്സിൽ 10 മാസം ആണെങ്കിൽ ആ 10 മാസം അത് കംപ്ലീറ്റ് ആവുന്നവരെ എല്ലാവരും കൂടി നല്ല കോർഡിനേറ്റ് ചെയ്ത് പോവുക. ഇപ്പൊ ഒരു നഴ്സറി ക്ലാസ്സിൽ ഒരു 30 കുട്ടികൾ വന്ന് ചേർന്നു. പലരും പല സ്വഭാവക്കാരാകാം. ആദ്യമൊക്കെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ
എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മോണ്ടിസോറി മെത്തേഡ്? അത് നമ്മള് നമ്മുടെ ബിഹേവിയർ നമ്മള് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ട് മാറിയെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലെ നന്മ നമുക്ക് കാണാൻ പറ്റൂ. കുട്ടികളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ടീച്ചർ ആവാൻ പറ്റത്തുള്ളൂ. അതെ, നമുക്ക് ആദ്യം പേഷ്യൻസ് വേണം, ക്ഷമ വേണം കേട്ടോ. പിന്നെ മറ്റുള്ളവർ ചെറിയ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ക്ഷമിക്കാനുള്ള മനസ്സും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതിനാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് പഠിക്കുന്നത്. അല്ലെങ്കിൽ അന്യോന്യം പോരടിക്കുകയോ തലയിൽ പിടിക്കുകയോ വഴക്ക് കൂടുകയോ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല. അതൊരു ടീച്ചറുടെ ബെസ്റ്റ് ക്വാളിറ്റി അല്ല. നമ്മളൊരു ടീച്ചർ ആവേണ്ട ആളല്ലേ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാവി തലമുറയ്ക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, അവരെ സമൂഹത്തില് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വ്യക്തിക്ക് ഉണ്ടാവേണ്ട ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ക്ഷമ വേണം. അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചിന്തയും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ടോക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇനി പാടില്ല. എല്ലാവരും പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പോവാ കേട്ടോ. പറഞ്ഞത് മനസ്സിലായി? ശരിക്കും പറഞ്ഞാല് അസൈൻമെന്റിന്റെ ഒരു കാര്യം എന്നോട് മാധുര മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് അതിന്റെ ഇഷ്യൂ എന്നോ അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എന്താണ് ഒരു ഇഷ്യൂ ഉണ്ടായി മാർക്കിന്റെ കാര്യത്തിൽ. അത് മാത്രം എനിക്ക് അറിയാവൂ കേട്ടോ. ഞാൻ ഇത് അവസാനിപ്പിക്കാം. ഓക്കെ സൈനപ്പ് ഞാൻ പറയാം. സൈനപ്പ് പറഞ്ഞു കേട്ടോ. Twinkle, twinkle, little star, how we wonder what you are. Up above the veil so high, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are. Up above the veil so high, like a diamond in the sky. Okay, thank you, Miss. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ഞാൻ പറയുന്ന കാര്യം കേട്ടോ. ഓക്കെ, നല്ല രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ. ഇപ്പൊ ഞാൻ 2 ചാപ്റ്റർ അല്ലേ നിങ്ങൾക്ക് എടുത്തത്? അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആണോ? ഹെൽത്ത് കെയർ മാത്രമാണോ? അതിന് മുമ്പ് ഏതെങ്കിലും എടുത്തായിരുന്നോ? ഓർമ്മയുണ്ടോ? മുന്നേ ഡിസീസിന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. താങ്ക് യു.